ഇത്രയും ലൂസായിട്ടുള്ള ടപ്പോവേൻ്റെ സീല് കണ്ടിട്ടുണ്ടോ? ടപ്പോവേയിൽ നമുക്ക് എയർ ടൈറ്റ് ആയിട്ടുള്ള സീലാണ്, ബ്രീത്തിങ് സീലാണ്, ഇത്രയും ലൂസായിട്ടുള്ള സീലാണ്. സോ ദാറ്റ്സ് അവർ മൾട്ടി കുക്ക്. ഇത് നമുക്ക് സീലോട് കൂടെ മൈക്രോവേവിനകത്ത് വെക്കാവുന്ന സംഭവമാണ്, ലൂസായിട്ടുള്ള സീൽ. സോ ഇതിന് 5 പാർട്സ് ഉണ്ട്. വിൽ സ്റ്റാർട്ട് വിത്ത് അവർ കവർ. ഇതൊരു ഡോം ഷേപ്പിനാണ്. നമ്മൾ മുമ്പ് പറഞ്ഞാൽ റീഹീറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ കുക്ക് ചെയ്യാനായിട്ട് ഉപയോഗിക്കുമ്പോഴേക്കും അത് വാട്ടർ ഡ്രോപ്ലെറ്റ്സ് ഒക്കെ പോകും. ഇത് ഡോം ഷേപ്പ് ആയതുകൊണ്ട് ഇത് സ്ലൈഡ് ചെയ്ത് അറ്റത്ത് വന്നിട്ട് വീഴുന്നത്, ഇതൊന്നും ഡയറക്റ്റ്ലി ഫുഡിലോട്ട് വീഴുന്നത്. സോ ദിസ് ഇസ് യുവർ മൾട്ടി കുക്കിൻ്റെ കവർ. ദെൻ യു ഹാവ് 2 ഇഡ്ഡലി തട്ടുണ്ട്, 8 പീസ് ഇഡ്ഡലി വെക്കാം. പിന്നെ നമുക്ക് ഒരു ഇഡ്ഡലി സ്പൂണുണ്ട്. ഇതിൻ്റെ കറക്റ്റ് ബാറ്റർ സൈസാണ്. ഇതിന് 30 ml കപ്പാസിറ്റി. പിന്നെ ഉള്ളത് നമ്മുടെ സ്ട്രെയിനർ. ഈ സ്ട്രെയിനറാണ് നമുക്ക് പിടിക്കാനുള്ള ഗ്രിപ്പുള്ള ഒരു സംഭവമുണ്ട്. ഇതാണ് നമ്മുടെ ഹോൾസ് ഉണ്ട്. ഇതിന് 4 കാലുമുണ്ട്. ഇതിൻ്റെ ബേസിന് ഇവിടെ ഒരു വെട്ടുണ്ട്, നമ്മുടെ സ്ട്രെയിനർ റെസ്റ്റ് ചെയ്യാനായിട്ട്. മൾട്ടി കുക്കിൻ്റെ ബേസും സീലും നമുക്കിപ്പോൾ ചോറ് ചൂടാക്കാനോ ബിരിയാണി ചൂടാക്കാനോ അല്ലെങ്കിൽ ഇച്ചിരി സവാള വഴറ്റാനോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഫുൾ യൂണിറ്റോടുകൂടെ മൈക്രോവേവിനകത്ത് വെക്കാം. ഇപ്പോൾ ഇതിൻ്റെ ബേസിനകത്ത് നമുക്ക് പുഴുങ്ങാനായിട്ട് ബോയിൽ ചെയ്യാനായിട്ടുള്ള പച്ചക്കറികൾ, നമുക്ക് പൊട്ടറ്റോ പുഴുങ്ങാം, പാസ്ത പുഴുങ്ങാം. ഇതിനകത്ത് വെള്ളം ഒഴിച്ചിട്ട് സാധനങ്ങളിടും. അതേസമയം നമുക്ക് സ്റ്റീം ചെയ്യണമെങ്കിൽ ഇതിനകത്ത് 200 ml വെള്ളം ഒഴിച്ചതിന് ശേഷം ഈ സ്ട്രെയിനർ വെച്ചിട്ട് ഇതിനകത്തോട്ട് വേണം നമ്മുടെ പച്ചക്കറികളൊക്കെ ഇട്ട് വെക്കുക. കോൺ വെക്കാം, ചിക്കൻ പുഴുങ്ങാം, എന്ത് സാധനം. അപ്പോൾ എന്ത് സാധനം വെച്ചാലും നമുക്ക് സീലും കൂടെ വെച്ചിട്ടാണ് നമ്മൾ മൈക്രോവേവിനകത്ത് വെക്കുന്നത്. ഇനി നമുക്ക് കേക്ക് ഉണ്ടാക്കണമെങ്കിൽ ഇതിനകത്ത് 200 ml വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് മൈക്രോവേവ് കപ്പ് കേക്ക്സ് ഒക്കെ ഇല്ല, അല്ലെങ്കിൽ ഇടിയപ്പം, പിന്നെ വട്ടയപ്പം, അങ്ങനത്തെ സാധനങ്ങളൊക്കെ തന്നെ നമുക്ക് ഇതിനകത്ത് വെക്കും. ഇതിങ്ങനെ വെച്ച് നമുക്ക് ദ ഹോൾ യൂണിറ്റ് ക്യാൻ ഗോ ടു ദ മൈക്രോവേവ്. ഇപ്പോൾ നമ്മുടെ വീട്ടിൽ ചോറ് നമുക്ക് ചൂടാക്കാം. നമുക്ക് 2 രീതിയിൽ ചോറ് ചൂടാക്കാം. ഒന്നെങ്കിൽ നമുക്ക് ഈ ഡയറക്റ്റ്ലി ബേസിനകത്ത് തന്നെ ചോറെല്ലാം കൂടെ ഇട്ടിട്ട് അടച്ച് ചൂടാക്കാം. ഇപ്പോൾ ചിലർ പറയും നമുക്ക് അങ്ങനെ ചോറ് ചൂടാക്കിയ ഒരു ഡ്രൈ ഫീലിംഗ് വരും. അപ്പോൾ നമുക്കൊരു മോയിസ്റ്റ് ഫീൽ വരാനായിട്ട് ഇതിനകത്ത് 200 ml വെള്ളം ഒഴിച്ചിട്ട് നമ്മുടെ ഈ സ്ട്രെയിനറിനകത്ത് ചോറിട്ടിട്ട് നമ്മൾ മൈക്രോവേവിനകത്ത് ചൂടാക്കി കഴിഞ്ഞാൽ നമുക്ക് ആവി എഫക്റ്റ് കിട്ടും, നല്ലൊരു സ്റ്റീം ചെയ്ത റൈസ്. മൾട്ടി കുക്കിൻ്റെ റേറ്റ് 1500, 15% ഡിസ്കൗണ്ട് വരെ 1275 റുപ്പീസിന് അവൈലബിൾ ആണ്. ഓർഡർ ചെയ്യണമെങ്കിൽ DM ചെയ്യാം, അല്ലെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് പറയാം. താങ്ക് യു ആൻഡ് ഹാപ്പി സ്റ്റീമിംഗ്.